പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ വെച്ച് പറയാൻ പോവുകയാണ്. വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോ ഞാൻ തീരുമാനിച്ചു അടുത്തൊരു 15 വർഷത്തിലേക്ക് CM ആവാന്നുള്ള. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം. ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. അണ്ണാവെ പറ്റി പറഞ്ഞ. പക്ഷെ സംഗതി ഇപ്പൊ എന്താ അറിയോ, ഒരു പിടുത്തമുട്ട കളിയായി പോയി തോന്നുന്നു. തമിഴ്നാട്ടിൽ നിന്ന് അതിഭീകരമായിട്ടുള്ള തമിഴ് മക്കളുടെ രോഷം ഭയങ്കരമായിട്ട് പുറത്തു. ശ്വാസം പിടിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങടാ. അപ്പൊ ആ വിഷയമാണ് ഇവിടെ സ്പാർക്കായിട്ടുള്ളത്. പ്ലസ് കൂട്ടത്തില് ഈ തൃഷ കാര്യം കൂടി പറഞ്ഞപ്പോഴത്തേക്ക് ആകെ മൊത്തം ഇത് കയ്യിന്ന് പോയി. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മൾ കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. എടാ, ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് വെച്ച് നമ്മൾ അവിശ്വസിക്കരുത്. ഇത് തൃഷ വന്നതുപോലെ ഞാൻ CM ആവുമ്പോ കണ്ണിൽ ഇറഞ്ഞണിഞ്ഞ് വന്നിരിക്കണം മറ്റേ നവ്യ നായരോട് പറഞ്ഞപ്പോഴത്തേക്ക് നവ്യ നായർ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. ഇതാ എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. ധ്യാന്റെ സംസാരത്തിൽ വരുന്നൊരു സർക്കാസവും ഒരു ഫണ്ണും അത് അവരതുപോലെ എടുക്കുന്നു, ധ്യാൻ അതുപോലെ പറഞ്ഞിട്ട് പോകുന്നു. ഇവിടെ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, ആണെന്നുണ്ടെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അയാളുടെ പൊസിഷനും അയാളുടെ ഇപ്പത്തെ പരിപാടി എന്താ നോക്കി ചെയ്യാന്നുള്ളത് ഒരു ബെറ്റർ കാര്യമായിരുന്നു. അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണു നിറഞ്ഞുകൊണ്ട് നന്ദി ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ പാടില്ല, CM അമ്മ വന്നാൽ മതി. കയ്യെ കിട്ടിയ അവന്റെ ശവം പോലും അവന്റെ അപ്പനെ കിട്ടില്ല. പേടിക്കണ്ട, ഞാൻ CM ആകുമ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ വെള്ളയിൽ പച്ച കളർ ബോർഡറുള്ള സാരി ഉടുത്ത് ഡയമണ്ട് നെക്ലസ് ഇട്ട് കണ്ണിൽ ഈറനണിഞ്ഞ് ഞാനിന് വേണ്ടി ജയ് വിളിക്കാൻ മുൻനിരയിൽ എനിക്കൊരു കസേര ഒഴിച്ചിട്ടുണ്ടാവില്ലേ? ഞാൻ നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. പിന്നെ ഈ പറഞ്ഞ പോലെ തമിഴ് സോഷ്യൽ മീഡിയ പേജുകൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു മലയാളി ആക്ടർ വിജയെ പറഞ്ഞു, തൃഷയെ പറഞ്ഞു എന്നുള്ള രീതിക്കും കാര്യങ്ങൾ കൊണ്ടാടി പോകും. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.